സഹൃദരായ കലാസ്നേഹികളെ, സെന്റ് സെബാസ്റ്റ്യൻസ് ജിലോങ് മദേഴ്സ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഹാസ്യാവതരണം ഊരാ കുടുക്ക്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ മേഴ്സി. എന്താ അമ്മച്ചി? ആ ഗ്യാസിലിരിക്കുന്ന ഇറച്ചി അടുക്കി പിടിച്ചു. നീ പോയി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേ. എന്നെ കൊണ്ട് പറ്റത്തില്ല, സിസിലിയോട് പറ. എനിക്കൊന്നും വയ്യ. എടാ ജോണി, നീ പോയി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തടാ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാം. ജോയി ഒന്നില്ലടി? വന്നില്ല അമ്മച്ചി. അവൻ വരികയില്ല. കുരിശ് വരെ കഴിയാണ്ട് അവൻ കുടുംബത്തിൽ കയറുകയല്ല. ഇവനൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ദേ, എന്റെ ജോണി മോനെ കണ്ടുപടിക്ക്. സന്ധ്യാപ്രാർത്ഥനയ്ക്കുമ്പോ അവൻ കുടുംബത്തിൽ വരും. എവിടെ പോയതാടി അവൻ? അമ്മച്ചിക്ക് ഒരു ചട്ടയും മുണ്ട് വാങ്ങിക്കാൻ പോയതാ. ആണോ? ആ, എന്റെ മാതാവേ, എന്റെ കുഞ്ഞിന്റെ കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ കാത്തു കൊള്ളണമേ. അമ്മച്ചിക്കുള്ള ടോണിക്ക് ഞാൻ ഇന്നലെ തന്നെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. നീയാന്നോടെ വാങ്ങിച്ചത്? ടോണിക്ക് മേടിച്ചെന്ന് ജോണിക്ക് ഒരു ആപത്തും വരുത്തരുതേ. ടോണിക്ക് കുടിക്കുന്ന എന്നെയും അവിടുന്ന് കാത്തു കൊള്ളണമേ. കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മച്ചി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ, അത്താഴം കഴിക്കാം. കറികളല്ല ഞാൻ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. നീ പോയി ചോറ് എടുത്തോണ്ട് വിളമ്പ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ നെയിൽ പോളിഷ് ഉണങ്ങിയിട്ടില്ല. എടീ, നീ പോയി ചോറ് എടുത്തോണ്ട് വിളമ്പ്. അമ്മച്ചി തർക്കിച്ച് നിൽക്കണ്ട, അമ്മ എന്നെ വിളമ്പി തന്നാ മതി. എടാ, നിന്റെ പെമ്പർന്നത്തിന് ചോറ് എടുത്തോണ്ട് വിളമ്പാൻ പറയടാ. അയ്യോ, ഞാനൊന്നും പറയത്തില്ല, അവൾ മിസ് ചെയ്തോന്നാ. അടുത്ത മാസം എന്റെ സൗന്ദര്യ മത്സരം. എന്റെ ബോഡിയുടെ ഫിറ്റ്നസ് നോക്കണ്ടായോ? അല്ലയോ ജോണിച്ചായ? പിന്നല്ലയോ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഈ വയസ്സുകാലത്ത് എന്നെ ഇട്ടിങ്ങനെ നരയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ചോറ് തിന്നടാ. അമ്മച്ചി, ആരാ ഈ മീൻ കറി വെച്ചത്? ഞാനാ? അല്ല ഞാനാ. എന്തേ? ആര് വെച്ചാലും ശരി, വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. ഇതിനൊരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ ജോണിച്ചായ. നമുക്ക് നല്ലൊരു സെർവന്റിനെ പോസ്റ്റ് ചെയ്യാം. ഈ വീട്ടില് നമുക്ക് 3 പേർക്കും ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വേലക്കാരും ആവശ്യമില്ല. അമ്മച്ചി അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇവിടെ ഒരു വേലക്കാരി വേണം. ചോറ് നിച്ച് വേണമെങ്കിൽ എഴുന്നേറ്റ് കിടക്കാൻ നോക്കടി. ആരാ? കേറുക. ഞാൻ ഇരുട്ടി മേരിക്കുട്ടി, ഏജന്റ് മനോഹരൻ പറഞ്ഞിട്ട് വന്ന സാർവന്റാ. ആണോ? ആ, ഞങ്ങള് ചേച്ചിയെ കാത്തിരിക്കുവായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ലാന്ന്. വേണ്ടെങ്കി വേണ്ട, എനിക്ക് വേറെ 100 വീടുകളുണ്ട്. എന്റെ പൊന്നേച്ചി പോകല്ലേ, അമ്മച്ചി ഒരു തമാശ പറഞ്ഞതാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി അപ്പുറത്താണ് അടുക്കള, വാ. പിന്നെ കൊച്ചേ, ഈ ഭാഗ്യം തൊടുത്തോ, നടന്നങ്ങ് താളം തന്നേ. വന്നേ. ഇതാ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഐശ്വര്യമായിട്ട് പണി അങ്ങ് തുടങ്ങിക്കേ. അപ്പം ഊണ് റെഡിയായി. വാന്നേ, ഓടി വാന്നേ, വന്നിരുന്നാട്ടെ. ഇരുന്നാട്ടെ. എന്റെ ആ മാമ്പഴ പുളിശ്ശേരി ഒന്ന് കൂട്ടി നോക്കിക്കേ. നല്ല രുചി കേട്ടോ, നല്ല കൈപ്പുണ്യം കേട്ടോ ചേച്ചിക്ക്. വർത്താനം പറഞ്ഞിട്ട് തിന്നിട്ട് എഴുന്നേറ്റ് കിടക്കാൻ നോക്കടാ. ദാണ്ടെ പായം തലോണേ, അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടാ. ആ, എവിടെ കുഞ്ഞല്ല? അവിടെ വന്നു. അതേതാ അവിടെ. കർത്താവേ, ഈശോ മറിയ ഔസേപ്പേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ കർത്താവേ. അയ്യോ, എന്റെ അമ്മ! അയ്യോ, ഓടിവാടി, നമ്മുടെ ചേട്ടത്തിക്ക് എന്താ പറ്റി?
എന്ത് പറ്റി? എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നതേ. അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നേ. എനിക്ക് ഇച്ചിരി ശ്വാസം താഴെ. ഇവര് പറയുന്ന കേട്ടാത്തൊന്നും ഇവരുടെ ശ്വാസം മുഴുവൻ നമ്മൾ വലിച്ചെടുത്തേക്കാണെന്ന്. അയ്യോ എന്നെ ആരാണ്ട് കൊല്ലാൻ വരുന്നേ. നിങ്ങൾ ആര് കൊല്ലാൻ വരുന്ന നീ പറയുന്നേ? ആരാണ്ടൊക്കെ വരുന്നുണ്ട്. എന്നെ അങ്ങോട്ട് എടുക്കോ. അവരെ അങ്ങോട്ട് എടുക്കാം, നമുക്ക് അങ്ങോട്ട് എടുക്കാം. അയ്യോ 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 മക്കളെ പതുക്കെ കൊണ്ടുവന്നേടാ. അമ്മച്ചിക്ക് വയ്യാടാ. അയ്യോ അയ്യോ നിന്റെ ഒരു അമ്മച്ചിയെ പോലെ കാണുന്നേടാ. അയ്യോ അയ്യോ ഒന്ന് മാറി നിന്നേ. അയ്യോ ഡോക്ടർ വന്ന് നിങ്ങൾ മിണ്ടായിരിക്കും. എന്താ 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 ഇപ്പൊ തോന്നുന്നേ? എനിക്കൊന്ന് കിടക്കണമെന്ന് തോന്നുന്നു ഡോക്ടറെ. കിടക്കൂ. അവിടെ നിൽക്കുന്നല്ലേ? അയ്യോ നിക്കണ്ടായി. എനിക്കൊന്ന് ഇരുന്നാ മതിയേ. നിങ്ങൾക്കിപ്പോ ശരിക്കും എന്താ തോന്നുന്നേ? നല്ലൊരു ഡോക്ടറിനെ കാണണമെന്ന് തോന്നുന്നുണ്ട്. അത് ശരി. അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ എനിക്ക് വയ്യായേ. മേശക്കൊച്ച എന്റെ കാലൊന്നും തിരുമടി. അയ്യോ എടി തിരിച്ചൊച്ച ഇഞ്ഞു പാടി എന്റെ കാല് തിരുമടി. കൈ വേണ്ടടി കാലടി. അതെ മാറി അയ്യോ ഇഞ്ചക്ഷന് പേടിയാന്ന്. സിറിഞ്ച് വേണ്ടായേ. ഇഞ്ചക്ഷന് പേടിയാന്ന്. ഇഞ്ചക്ഷന് പേടിയാന്ന്. വേണ്ടായേ. അയ്യോ അമ്മേ. അയ്യോ അയ്യോ 10 മണിയുടെ സൈറനാ. കഴിച്ചാലേ ഇങ്ങനെ അതെ വരൂ. എന്താ ഡോക്ടർ? ഇവര് നിങ്ങളുടെ ആരാ? ഇവിടുത്തെ സെർവന്റ്. എന്നാലേ അവരെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. അതെന്താ ഡോക്ടറെ? ആ ശരീരത്തില്ലാത്ത അസുഖങ്ങളില്ലെന്നേ. നിങ്ങളെ പെട്ടെന്ന് ഈ ഗുളിക ഒന്ന് മേടിച്ചോണ്ട് കൊടുക്കും. ഇത് ഒരു ലോഡ് ഗുളിക ഉണ്ടല്ലോ. അത്രയും രോഗങ്ങൾ ആ ശരീരത്തിലുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ഇളനീ അവർക്ക് കൊടുക്കണം. ഈ പാതിരാത്രി ഞാനോട് പോയി കരിക്കിടാനാണ്. എന്റെ മനുഷ്യ അപ്പുറത്തെ പറമ്പിൽ പോയിട്ടുണ്ട്. വാ. അതെ ഇവർക്ക് വിശ്രമവും പോഷകാഹാരവും ആവശ്യമാണ്. എടുത്തിരിക്കണം. ഇല്ലെങ്കിലേ ഇതിന് തട്ടിപ്പോവും. തട്ടിപ്പോയാലേ നിങ്ങളും നിങ്ങളെ കെട്ടിയവന്മാരും ഈ ഇരിക്കുന്ന അമ്മച്ചിയും കുടുങ്ങും. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ഇതൊക്കെ തന്നില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോവേ. അതെ ഞാൻ പോയിട്ട് വരാം. ഡോക്ടർ ഫീസ്? ഫീസൊന്നും വേണ്ട. ഇത് ഫ്യൂസ് ആവാതെ നോക്കിയാൽ മതി. കൊച്ച ഇച്ചിരി വെള്ളം എടുത്തോടെ താടി. ഇനി നമ്മൾ എന്തോ ചെയ്യും? ഗുളിക കരിക്ക് കൊടുത്തേ. അയ്യോ 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 വെള്ളം. അയ്യോ കൊച്ചനെ നീ ഉമ്മ അയച്ചു വന്നത് ഇരുമടാ. അനുഭവിച്ചോ തന്നെ അനുഭവിച്ചോ. എടീ മേശിയേ എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാടി. ഭയങ്കര അനുഭവിക്കണം. അനുഭവിക്കുന്നത് ഞാനല്ലേ. ഇങ്ങനെ ഇരിക്കാതെ ഞങ്ങൾക്ക് വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. എല്ലാവരും കൂടെ കാലുരുണ്ട് കയറുന്ന കാലുരുണ്ട് കയറുന്നടി. എടി വിശക്കുന്നുണ്ടെന്നൊന്ന് പോയി തരാമോ? എന്തെങ്കിലും കൂട്ടുന്നുണ്ട്. മേഴ്സിക്കുട്ടി മിണ്ടി പോരുത്. ഈ വീട്ടിലെ സകല പണി ഞങ്ങൾ ചെയ്തോളാം. പശുവിനെ കുളിപ്പിച്ചോളാം, പാത്രം തേച്ചോളാം, അമ്മച്ചിയെ നോക്കിക്കോളാം. വീട്ടിലെ എല്ലാ പണിയും ഞങ്ങൾ നോക്കിക്കോളാം. ഈ ബാധേനെ ഒന്ന് ഒഴിവാക്കി തരുവോ? എനിക്ക് സൗന്ദര്യ മത്സരത്തിന് പോകുവേ വേണ്ട. എനിക്ക് ഈ ബാധയെ ഒന്ന് ഒഴിവാക്കി തന്നാ മതി. എന്റെ പൊന്നു മക്കളെ, അമ്മച്ചി ഇവിടെ കെട്ടിക്കേറി കിടക്കാനൊന്നും വന്നതല്ല. ഞാനൊരു സൂക്കേടുകാരിയാ. ഞാൻ അങ്ങ് പൊയ്ക്കോളാം. പക്ഷേ പണി എടുക്കാത്ത